ഹായ് എവറി വൺ, വെൽക്കം ടു ഡോക്ടർ ഇൻ റിസർച്ച്, നിങ്ങളുടെ സ്വന്തം കരിയർ കോച്ച്. നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ടീച്ചർ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? എന്നിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഓരോരോ കാര്യങ്ങൾ പറയും. അതിലൊരു 10 പേര് ഡോക്ടർ ആവണമെന്നും അതിൽ കുറച്ച് അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 പേര് നേഴ്സ് ആവണം, പിന്നെ എഞ്ചിനീയർ ആവണം, ടീച്ചർ ആവണം എന്നൊക്കെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ 4ാം ക്ലാസ്സിലേ പറയും. അതുകൂടാതെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ചിലർ പറയും എനിക്ക് ആസ്ട്രോനോട്ട് ആവണം, അല്ലെങ്കിൽ എനിക്ക് പൈലറ്റ് ആവണം, അല്ലെങ്കിൽ ഫയർ ഫൈറ്റർ ആവണം, ചിലർക്ക് ഡ്രൈവർ ആവണം, ചിലർക്ക് JCB ഓടിക്കുന്നവരാവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ അങ്ങനെയൊക്കെ പറഞ്ഞ കുട്ടികളുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എന്തെങ്കിലും നമ്മളൊരു ടീനേജിലേക്ക് എത്തുന്ന സമയത്ത് ഈ 4ാം ക്ലാസ്സിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുക. അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ ഞാൻ ആസ്ട്രോനോട്ട് ആവണം എന്ന് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് +2 കഴിയുമ്പോൾ അതിലേക്ക് നോക്കണം എന്നല്ലല്ലോ. നമ്മുടെ ഓപ്ഷൻസ് മാറും, നമ്മുടെ ആഗ്രഹങ്ങൾ മാറും, നമ്മുടെ ഡിമാൻഡ്സ് മാറും. ഈ ഒരു എപ്പിസോഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് +2 കഴിയാൻ പോകുന്ന കുട്ടികൾക്കാണ്. അതായത് നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ +2ന് മുമ്പ് തന്നെ 10th തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +2 10th കഴിയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യണം, ബയോളജി വേണോ, കമ്പ്യൂട്ടർ സയൻസ് വേണോ, ഹ്യൂമാനിറ്റിക്സ് വേണോ എന്നുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് 10th വെച്ചിട്ടാണ്. ആ 10th നിങ്ങൾ ബയോളജിയാണ് മെയിനായിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് എല്ലാം സയൻസ് റിലേറ്റഡ്, ലൈഫ് സയൻസ് റിലേറ്റഡ്, ബയോളജി മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ 10th +2 അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ജനറേഷനിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, പക്ഷേ കരിയറിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളത്. അപ്പോൾ 7 സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഡൊമെയിൻ ചൂസ് ചെയ്യാൻ, അത് കോഴ്സ് ചൂസ് ചെയ്യാനല്ല, ഒരു ഡൊമെയിൻ ചൂസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നിങ്ങളുടെ ഹോബീസ്? നമ്മളൊരു 10ാം ക്ലാസ് +1 +2 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഹോബീസൊക്കെ ഉണ്ടാവും. ആ ഹോബീസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതായത് ഒരു ഹോബി സെലക്ഷൻ എന്ന് പറയുന്നത്, എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ പാട്ട് പാടാൻ എനിക്കറിയില്ല. അതൊരു ഹോബിയാണ്, പക്ഷെ അതൊരിക്കലും ഒരു കരിയർ റിലേറ്റഡ് ആയിട്ട് വരാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഭയങ്കര കുറവാണ്. പിന്നെ ഉള്ളത് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണ്, വാട്ട് യു ആർ ഗുഡ് അറ്റ്. നമ്മൾ നാച്ചുറലി ചില കാര്യങ്ങൾ ഭയങ്കര എക്സൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങളുടെ ഹോബി നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. ഒന്നല്ലെങ്കിൽ KS ചിത്രയുടെയോ അല്ലെങ്കിൽ യേശുദാസിൻ്റെ പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഒരു 2 വരി പാടാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ലായിരിക്കും, കാരണം നമ്മളുടെ വോയിസ് അതിന് കറക്റ്റ് ആപ്റ്റ് ആകണമെന്നില്ല. അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയട്ടെ, ചിലർക്ക് വീട് ഭയങ്കര വൃത്തിയാക്കി വയ്ക്കും, ഈച്ച് ആൻഡ് എവറിത്തിങ്, ഭയങ്കര മാനേജറൽ സ്കിൽസ് ഉള്ള ആളുകളുണ്ട്. എസ്പെഷ്യലി വീട്ടിലെ അമ്മമാർ ഭയങ്കര മാനേജറൽ സ്കിൽസ് ആയിരിക്കും. അതേപോലെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ സോ നാച്ചുറലി നിങ്ങൾ എന്താണ്, വാട്ട് യു ആർ ഗുഡ് അറ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു വാണ്ട് ടു ബി എ സിംഗർ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര നന്നായിട്ടൊരു പാട്ട് പാടുന്ന ഒരാളാണ്, പക്ഷെ നിങ്ങൾക്ക് അത് നന്നായിട്ട് ഒരാളുടെ മുമ്പിൽ പാടാൻ പറ്റുന്നില്ലെങ്കിൽ, then you are not excelling in that. You can sing alone but not in front of anybody. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഐഡൻറ്റിഫൈ യുവർ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്. ചിലർ ഭയങ്കര ഇൻട്രോവേർട്ടായിരിക്കും, ചിലർ ഭയങ്കര എക്സ്ട്രോവേർട്ടായിരിക്കും. അപ്പോൾ എക്സ്ട്രോവേർട്ടായ ഒരാൾക്ക് പറ്റിയ ഒരു കരിയേഴ്സ് ആയിരിക്കില്ല ചിലത്. ചിലർക്ക് ഒരു എക്സ്ട്രോവേർട്ടായ ഒരാൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും, പുറത്ത് പോയി ഒരാളോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇൻട്രോവേർട്ടായ ഒരാൾക്ക് നന്നൊരു പാട്ടുകാരനാണെങ്കിൽ കൂടെ ആൾക്കൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ വാട്ട് ഈസ് യുവർ ഹോബി, വാട്ട് യു ആർ ഗുഡ് അറ്റ്. And third one is like your personality trait. Identify your personality. ഈ 3 കാര്യങ്ങളും ഭയങ്കര ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് ചിന്തിക്കണം. ഇന്നിപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ പറയും കണ്ടൻറ് ക്രിയേഷൻ ചെയ്യണം. ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് വേണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം യുണീക്ക് ആയിരിക്കണം വേറൊരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 4ാമത്തെ പോയിന്റ്, ഡിറ്റർമിൻ വാട്ട് യു വാണ്ട് ഫ്രം എ കരിയർ. ഒരു കരിയറിൽ നിങ്ങൾക്ക് എന്ത് വേണം? എയ്തർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണോ നിങ്ങൾക്ക് വേണ്ടത്, രണ്ടാമത്തത് ഒരു
ഒരു ടാഗ് ലൈൻ ആണോ, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ പേരിനോട് ചേർത്ത് ഡോക്ടർ എന്ന് ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്ന് ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ പ്രൊഫസർ എന്ന് ആഡ് ചെയ്യണോ, ആ ഒരു ടാഗാണോ നിങ്ങൾ നോക്കുന്നത്? 3, നിങ്ങളുടെ ആ ഒരു ജോബ് കൊണ്ട് ആർ യു പ്ലാനിങ് ടു ബ്രിങ് എ ചേഞ്ച് ഇൻ ദിസ് കമ്മ്യൂണിറ്റി? ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ, മൈ അൾട്ടിമേറ്റ് ഗോൾ ഇസ് ടു ഗെറ്റ് ഇൻ ടു എ ജോബ് ഫോർ ഹയർ സാലറി. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ മതി. ഹയർ സാലറി ഉള്ള ജോബ് നിങ്ങൾ അല്ലെങ്കിൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുക, അതിന് വേണ്ടുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. സെക്കൻഡ് പോയിൻ്റ് എന്തായിരുന്നു? നിങ്ങൾക്ക് ഒരു ടാഗ്, ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ളതൊരു ടാഗാണ്, ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നൊരു ടാഗാണ്, ഒരു പ്രൊഫസർ എന്ന് പറയുന്നൊരു ടാഗാണ്. അതാണോ നിങ്ങളുടെ ഫോക്കസ്? ദെൻ ഗോ ടു ദാറ്റ് ലൈൻ ഓഫ് കോഴ്സസ്. മൂന്നാമത്തത്, ഇഫ് യു വാണ്ട് ടു ബ്രിങ് എ ചേഞ്ച് ഇൻ ദ കമ്മ്യൂണിറ്റി, ദെൻ യു ഹാവ് ടു തിങ്ക് ദാറ്റ് ഓക്കെ, either എനിക്ക് പൊളിറ്റിക്സ് പഠിക്കണമോ, അല്ലെങ്കിൽ ഒരു അംബാസിഡർ ആവണമോ, അല്ലെങ്കിൽ ഹൗ ക്യാൻ യു ബ്രിങ് എ ചേഞ്ച് ടു wherever you belong. ഏത് ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്താൽ അങ്ങനെ ഒരു ചേഞ്ചിലേക്ക് എനിക്ക് എത്താം. 4th പോയിൻ്റ് അതാണ്. 5th പോയിൻ്റ്, കണക്ട് വിത്ത് ദ ഇൻഡസ്ട്രി എക്സ്പേർട്സ്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സ് വെച്ചിട്ടും അതുപോലെ നിങ്ങളുടെ ഒരു ജോബിൻ്റെ ക്രൈറ്റീരിയ വെച്ചിട്ടും ആ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പേർട്സായിട്ട് സംസാരിക്കുക. നിങ്ങളിപ്പോൾ 10th +2 അപ്പോൾ നിങ്ങളൊരു ജോലിയിലേക്ക് എത്തുമ്പോൾ 5 to 10 years ആവാം. അപ്പോൾ ആ 5 വർഷം 10 വർഷത്തേക്ക് ഒരു ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന സ്കിൽ സെറ്റ്സ് എന്താണെന്നുള്ളത് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ഗെറ്റ് ഇൻ ടു സം വെബിനാർസ് ഓർ സംതിങ് വെയർ യു വിൽ ലേൺ from your industry experts. 6th point is like research the market. അപ്പോൾ നമ്മളുടെ അടുത്ത് സ്റ്റുഡൻസൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അവർ കുറേയൊക്കെ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളത്. ഈവൻ സ്റ്റാർട്ടിങ് ഫ്രം നഴ്സിംഗ് ടു ജെനറ്റിക് എഞ്ചിനീയറിംഗ് വരെ പറയുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഒരു ജെനറ്റിക് എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാലുള്ള ജോലി ഈസ് ഡിഫറെൻറ്റ് വേഴ്സസ് ഒരു നേഴ്സ് ആയിക്കഴിഞ്ഞാലുള്ള ജോലി. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കരിയർ ഓപ്ഷൻസ് നിങ്ങൾ നാരോ ആക്കണം, സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ കോഴ്സ് നാരോ ചെയ്ത് വേണം നിങ്ങൾ ഓരോ ഈ 7 പ്രോസസ്സ് മുന്നോട്ട് വരാൻ. അപ്പോൾ ഈ ഒരു 7th ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡൊമൈനെക്കുറിച്ച് നല്ലതായിട്ട് മാർക്കറ്റ് സെർച്ച് ചെയ്യണം. കാരണം ചില സ്റ്റുഡൻസ് വരുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് എടുക്കാൻ കാരണം? അപ്പോൾ അവർ പറയണ ഒരു കാര്യം, അമ്മ പറഞ്ഞു, അപ്പ പറഞ്ഞു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് അതിന് ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ നെയ്ബർ അതിന് ജോയിൻ ചെയ്ത് നല്ലൊരു ജോലിയിലെത്തി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ജോലി ഇൻട്രസ്റ്റഡ് ആകുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഡേ ടു ഡേ ലൈഫ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ആ അതിനുള്ളൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ? അപ്പോൾ ഇതെല്ലാം ചിന്തിക്കേണ്ട ഒരു സമയമാണ് 10th and +2. കാരണം +2 കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പോകുന്നത് നിങ്ങളുടെ ബാച്ചിലേഴ്സാണ്. അവിടെ നിങ്ങൾ ഡോക്ടറായിട്ട് പിന്നെ ഒരു ലോയർ ആവണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ ബൈ. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്, കീപ് സബ്സ്ക്രൈബിങ്. താങ്ക് യു സോ മച്ച്. ബൈ.